അമ്മയ്ക്ക് വേണ്ടിതാ കോഴിക്കോട് നിന്ന് വന്നപ്പോ കൊണ്ടുവന്നൊരു സാധനം. സ്വാഗതം. അമ്മ വരുന്നുണ്ട്. അമ്മയെ നോക്കി നിൽക്കുക കേട്ടോ. ഒരാഴ്ചക്ക് ശേഷം അമ്മേനെ കാണാൻ പോവാണ് മക്കള്. അപ്പൊ അതിനുവേണ്ടി രണ്ടും കൂടെ രാവിലെ നോക്കി നിൽപ്പുണ്ട്. അമ്മ തോപ്രാങ്കുടി എത്തിയിട്ടുണ്ട്. വണ്ടി വിളിച്ച പോരാൻ പറഞ്ഞു. കാരണം ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടും ഇവനെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ടും രാവിലെ തിരക്കായതുകൊണ്ട് ഞാൻ കൂട്ടാൻ പോയില്ല. ഒരു വണ്ടി വിളിച്ച് പോരാൻ പറഞ്ഞു. അപ്പോൾ റെഡിയായി രണ്ടിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതിക്കൂടെ സ്കൂളിൽ പോകാൻ കഴിച്ച് റെഡിയായി നിൽക്കുകയാണ്. അമ്മ വന്നിനി കൊണ്ടുവിടാൻ വേണ്ടി മാത്രം പോയാൽ മതി. അമ്മ ഇപ്പോൾ വരുമ്പോ നമുക്ക് ഇറങ്ങി നിൽക്കാം. ഇറങ്ങി നിൽക്കാം, നോക്കാം. ആ ബാ. ഓക്കെ കേട്ടോ. അമ്മ വന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറി വഴി നോക്കി നിൽക്കുക കേട്ടോ. നോക്കി നിൽക്കുന്നു. അത് ഇപ്പോൾ വരും കേട്ടോ അമ്മ. അമ്മ അവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങി. അയ്യോ, ഇങ്ങോട്ട് നടന്നു പോരുവാണോ? ഇങ്ങോട്ട് വണ്ടി പോകുന്നതിനല്ലോ. അമ്മ അവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇതാ വരുന്നു. ഇതോ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മുടെ ഇങ്ങോട്ട് പോകുന്നില്ല. വഴിയിലിറങ്ങി, റോഡിലിറങ്ങിയിട്ട്. അയ്യോ അതിക്കൂട്ടെ കൈ വിട്ടുന്നു. അതിക്കൂടെ നിന്നുണ്ട്. അത് ചെല്ല അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. അമ്മേ എന്ന് പറഞ്ഞ് ദേ പോന്നു. അതേ വീട്ടിൽ നിന്ന് വിളിക്കുന്നു അമ്മ. ഓ അമ്മേ അമ്മേ, എന്തൊരു സന്തോഷമാണോ. ദേ ഓട് നോട്ടം കണ്ടോ. ഓട് നോട്ടം നോക്കി. എന്റെ പൊന്നോ. അടുത്താളും പോക്കോ. വെള്ളം കേൾക്കി. അവൾ അപ്പിയിട്ടിട്ടുണ്ടെന്ന് തോന്നേ. അവൾ അപ്പിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ആണോ? അമ്മയോട് എന്നെ കൊണ്ടുവന്നു ചോദിച്ചു. അമ്മേന്ന് എന്നെ കൊണ്ടുവന്നു ചോദിച്ചു. രണ്ടും കൂടെ തോള കയറിയിരിക്കുന്നു. വളഞ്ഞു പൊടിയിരിക്കുന്നേ. ആ ഭാഗം എങ്ങനെ പിടിക്കുന്നേ? ഇത് കിട്ടത്തില്ല. അവനെ വിടേണ്ടി വരും. അതിനാണുള്ള കനം. ഇതിനകത്താണുള്ള സാധനം. മേ മേ വലിയ പോലെ തോന്നുന്നു. മഴയോ? പിന്നെ മഴയോ? വാ കേറി വാ. ഒന്നുകൂടെ പറഞ്ഞേ. കേറി വാ. വാ കേറി വാ. പറച്ചില്ല. അവളും പറഞ്ഞോ ചെരുപ്പ്? ചെരുപ്പ് പോരിയില്ലെന്ന് ഇപ്പഴാണ് ഓർത്തെ. അത് ഇട്ടോണ്ട് ആവേശത്തില്ലേ കേറി പോയല്ലേ. പാവോ. എൻ്റെ പൊന്നോ, എൻ്റെ പൊഗു. അവിടെ വെച്ചോ. നീ കയറിക്കോ ഞാൻ എടുത്തോളാം. ആദ്യക്കുട്ടനെ പറഞ്ഞ കേട്ടോ. ബാ കേറി വാ. ചേച്ചിയല്ല, ആന്റി തന്നല്ലേ. ഇനിയിപ്പോ കൊടുക്കണ്ട. എപ്പോഴും ഇന്നലെ കഴിച്ചു. ഇനിയിപ്പോ കൊടുക്കണ്ട. പിന്നെ വൈകിട്ട് വന്നിട്ട് കൊടുക്കാം. ടിങ്കിള് ടിങ്കിള്. എന്നാലേ നീ കുളിച്ചോ. സമയം 9 മണി 9:10 അവനെ നീ
നീ കൊണ്ടുവിട്ടില്ല വരികയല്ലെന്ന്. ഉറങ്ങിയായിരുന്നോ വണ്ടിയില്? ആ ചെറിയ ചെറുതല്ലേ കുഴപ്പം. ഇന്നലെ ഉറങ്ങിയോളൂ. ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല അവള്. പക്ഷെ മിനിയാന്നൊക്കെ ഇതാ പറഞ്ഞ ഉണ്ടെന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഇന്നലെ അവര് വന്നപ്പോ കൊണ്ടു കൊടുത്തതാ. എന്നാലേ പെട്ടെന്ന് ആയിക്കോട്ടെ. സമയം കളയണ്ട. വേണ്ടേ ആയിക്കോട്ടെ. നിന്നെ സ്കൂളിൽ കൊണ്ടാക്കണ്ടേ? അല്ലേ ഇന്നത്തെ ഈ ഒരാഴ്ച ആദ്യമായിട്ട് ഒരാഴ്ച പോന്നേ. ഇന്നൂടെ പോയാലേ. ആ എന്നാ പോട്ടോ. വെള്ളം ചൂടാണ്. ഇവിടെ വന്ന് താമസിച്ചോ? കരിമ്പനില്ലേ? കരിമ്പനിലല്ല, ചെറുതോണിന്ന് 6 മണിക്ക് വന്നതല്ലേ. 6:45 ബസ് ഉണ്ടാവും പറഞ്ഞിട്ട് 6:45 ബസ് വന്നില്ലല്ലോ. പിന്നെ അവിടുന്ന് ഞാൻ കേറി കരിമ്പനി വന്നിറങ്ങി. 6:45 വേറൊരു ബസ് വന്നു അടിമാലിക്ക്. അവിടുന്ന് ചെറുതോണി വന്നിറങ്ങി. അല്ല കരിമ്പനി വന്നിറങ്ങി. കരിമ്പനി വന്ന് 7 മണി 7:10 ആയപ്പോ ഇറങ്ങി. അന്നേരം അവിടെ ചേച്ചി പറഞ്ഞു 7:45 ബസ്. പിന്നെ 7:45 ആയപ്പോഴാണ് ഈ തോപ്രാങ്കുടി ബസ് വരുന്നത്. ശരിക്കും ആദ്യം കരിമ്പനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചു പോന്നാ പോലും 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയാണ്. ആദ്യം കരിമ്പനിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ബസ് ഉണ്ടായിരുന്നു. ഞാന് കരിമ്പനി വന്ന് ഇറങ്ങി ഓട്ടോനെ ഇറങ്ങിയതിന്റെ തൊട്ട് മുന്നേ ഒരു ബസ് പോയി എന്ന് പറഞ്ഞത്. മിക്കവാറും അത് ചെറുതോണിന്ന് വന്ന ബസ്സായിരിക്കും. അല്ലല്ല, ചെറുതോണി ബസ് വന്നില്ല. ആണോ? തുമ്മുന്നോ? അന്നേരം വേറൊരു ചേട്ടനാ പറഞ്ഞ, ഒരു കണ്ടക്ടറാ പറഞ്ഞേ ചെറുതോണിയില് ബസ് കുറവാ. എന്നാ പെട്ടെന്ന് കുളിക്ക്. സമയം പെട്ടെന്ന് സമയം 9:10 അതവിടെ വെച്ചോ. ഞാൻ എടുത്തോളാം. എന്നാ പെട്ടെന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് വിട്ടിട്ട് വെക്കാം. അമ്മ വന്നൊക്കെ പറഞ്ഞു. ഒരാളിവിടെ വ്ലോഗ് ചെയ്യാണ്, തന്നെ നിന്നുണ്ട്. അമ്മ വന്നു എന്നൊക്കെയാ പറയുന്നത്. പിന്നെ അമ്മ കുളിക്കാൻ പോയി കേട്ടോ. ആദ്യക്കുട്ടിനെ സ്കൂളിൽ കൊണ്ട് വിട്ട് കേട്ടോ. നമ്മുടെ ഒരു സ്വന്തം ചേട്ടനുണ്ട്. ആ ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഇതാ പോന്നു. അവൻ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇപ്പൊ സ്കൂളിൽ പോകാനോ ഒന്നും ഒരു മടിയില്ല. ഇതാ പോന്ന് പോക്ക് കണ്ടോ. വണ്ടിയെന്ന് തന്നെ ഇറങ്ങി. ഒരു കുഴപ്പമില്ല. ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞു. അയ്യോ ഉണ്ടതാ പോയി. ക്ലാസ്സിൽ ചെന്ന് കയറി. അതെ സ്കൂളിൽ കൊണ്ട് വിട്ടു. അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലേ പോകുന്ന വഴിക്ക്. വീഡിയോ വരുമ്പോഴല്ലേ നിങ്ങൾക്കും മമ്മിക്ക് എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഇപ്പൊ എടുത്തതേ ഉള്ളു ഞാൻ. ഇവളിത് പറഞ്ഞപ്പോഴാണ് എടുത്തത്. മമ്മിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന്. എല്ലാവർക്കും ഉണ്ട്. കോഴിക്കോട് നിന്നുള്ള സ്പെഷ്യൽ ആകുമ്പം നമുക്ക് ചിന്തിക്കാം എന്നായിരിക്കുമെന്ന്. ഞാന് മമ്മി എടുത്ത വായി പറഞ്ഞു വല്ല അലുവായും ആയിരിക്കുമെന്ന്. അപ്പൊ അതല്ലേ അതുണ്ട്. അതല്ലാതെ ഒരു സാധനമുണ്ട് മമ്മിക്ക്. അതല്ലാതെ അത് മമ്മിക്ക് മാത്രമേ ഉള്ളൂ. അത് മമ്മിക്ക് മാത്രം മേടിച്ചതാ. ആണോ? തിന്നുന്നതാണോ? അതൊന്നും പറയില്ല. തിന്നുന്നതാണോന്ന് ചോദിക്കുമായിരുന്നു. അത് പറയുകയല്ല.
ഇതിനകത്ത് കല്ല് പോലെ കനം ഉണ്ടായിരുന്നു എന്തായാലും. ഞാൻ ഞാൻ 2 കൈ കൂടെ പൊക്കിയാ ഞാൻ. അമ്മയൊന്ന് പൊക്കിക്കാൻ. അതിനകത്ത് ഇവിടെ കണ്ട് ആ വീട്ടിൽ നിന്ന് കണ്ടെന്തോ കരിങ്കല്ലെടുത്ത് കയറ്റി വെച്ചോണ്ട് പോകുന്നതാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് പോയപ്പോ കനമൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്. വല്ല അങ്ങനെയാ. മമ്മിക്ക് കൊണ്ടുന്ന വല്ല അരകല്ലും ആയിരിക്കും മമ്മിക്കുള്ള സമ്മാനം. അതെ, അമ്മ എന്നാ പിന്നെ അരക്കട്ടെന്ന്. മമ്മിക്ക് വീട്ടിൽ നിന്ന് അരകല്ല് കൊണ്ടുവന്നതായിരിക്കും. അതുകൂടെ കാരണം അത് മുക്കിക്കോ അമ്മി. തള്ളിയിട്ട് പോയില്ല പിന്നെ പൊക്കൊന്നല്ലേ. ഞാൻ എടുത്ത് പൊക്കി വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് വൈകി എടുത്ത് ഞാൻ 2 കൈ കൂടെ പൊക്കി വെച്ചേ. ഞങ്ങളിപ്പോൾ ആദ്യക്കുട്ടിനെ കൊണ്ടുപോയിട്ടിട്ട് വന്നു. ഞങ്ങളത് അൺബോക്സ് ചെയ്യുമ്പോൾ വിളിക്കാൻ കേട്ടോ. അല്ലേ, ഫോൺ നമുക്ക് വീഡിയോ എടുക്കാൻ കേട്ടോ, വിളിക്കാൻ കേട്ടോ എന്ന് ഞാൻ എല്ലാ പ്രേക്ഷകരോട് പറഞ്ഞതാണ്, വിളിക്കാൻ കേട്ടോ എന്ന്. അന്നക്കുട്ടി വാടി, അന്നക്കുട്ടി വാടി, അമ്മ ഉണ്ടെന്ന് പൊതി അഴിക്കുവാ. വാ, അമ്മ കോഴിക്കോട് നിന്ന് മമ്മിക്ക് വേണ്ടി കൊണ്ടുവന്ന് എന്നാന്ന് നമുക്ക് നോക്കാം. മമ്മി തന്നെ അവിടെ ഇരിപ്പുണ്ട്. മമ്മിയാണ് അത് എന്തോ പ്രതീക്ഷയോടെയാ മമ്മി. നാരങ്ങ മുട്ടായോ? നാരങ്ങ മുട്ടായോ മമ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് മമ്മി. ഏതായാലും മമ്മി നോക്കാം. വാ, എന്തായാലും മമ്മിക്ക് എന്തോ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായോ ആണെന്ന് മമ്മിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. വാ നമുക്ക് നോക്കാം. എന്തായാലും അവിടെ പൊട്ടിക്കോ. വാ, മമ്മി പൊട്ടിക്കുന്നുണ്ട്. വാ വാ വാ. മമ്മിയുടെ തന്നെ ആദ്യം എടുത്തു കൊടുത്തു. എന്തായാലും എന്താണോ എന്തോ മമ്മിക്ക് വേണ്ടിതാ കോഴിക്കോട് നിന്ന് വന്നപ്പോ കൊണ്ടുവന്നൊരു സാധനം. എന്റെ പൊന്നടി. എന്നത് ഈ മധുരമുള്ള സാധനമാ. എന്നാലും എനിക്ക് ഈ മധുരമുള്ളത് അതല്ലേ അതല്ലേ. ഇത് അവർക്ക്. ഇതെന്നു അമ്മയ്ക്ക് മനസ്സിലായോ? ഹൽവ ഹൽവ ഹൽവ. ഇത് വേറൊരാൾക്ക്. നമ്മൾ നേരത്തെ വാക്ക് പറഞ്ഞായിരുന്നു ഒരാളോടെ കോഴിക്കോട് പോയിട്ട് വരുമ്പം ഹൽവ കൊണ്ട് കൊടുക്കാമെന്ന്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. നേരത്തെ ഒരു പ്രാവശ്യം മേടിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ അന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇനി പോയിട്ട് വരുമ്പോൾ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞെടി അത് മറന്നു പോയല്ലേടി മേടിക്കണേന്ന് പറഞ്ഞു. വാവ്, പലതരം അലുവകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോഴിക്കോടൻ അലുവ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരു സൈസ് അല്ലല്ലേ, പല സൈസിലുള്ള. എൻ്റെ പൊന്നെ, ഇത് കട തുടങ്ങാമല്ലോടി. 3 സൈസ് അലുവ കേട്ടോ. ഇത് ഒത്തിരി ഉണ്ടല്ലോ ഇത് കണ്ടിട്ട്. ഭയങ്കര പീസൊക്കെ ആണല്ലോ ഇത്. ഞാൻ പറഞ്ഞല്ലേ കട തുടങ്ങാന്ന് തോന്നുന്നത്. ഇത്രയും മധുരമല്ലേ. ഇത് ഭയങ്കര ആണല്ലേ. രണ്ടിട്ടത് കുറെ ഉണ്ട്. ഇതൊക്കെ തിന്നണ്ട, ഇത് മുഴുവൻ മധുരമല്ലേ. ജസ്റ്റ് ഒന്ന് തിന്ന് നോക്കിയാ അറിയാം ഇതിന് ഓരോന്നിന്റെ രുചി എങ്ങനെയാണ്. ഇച്ചിരി കൂടെ വലിയ പാക്കറ്റ് മേടിക്കണമെന്നായിരുന്നു, പക്ഷെ ഇത് കൂട്ടേ ഉള്ളു അവിടെ. അതല്ലേ. നാളത്തെ മറ്റേ കൂട്ടം വലിയത് മേടിച്ചാൽ മതിയായിരുന്നു. ഒരു ഇല്ല അല്ലേ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും മമ്മിക്കുള്ളത് കോഴിക്കോട് നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനം മമ്മിക്ക്. അതെ, പറ്റിച്ചെന്നാലും മമ്മിയെ. അതല്ലേ. അതെല്ലേ. അല്ലല്ലോ കഴിക്കും. എനിക്ക് എന്നാലും ഒരു കണക്കുണ്ട്, അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ആ സാധനത്ത് നാരങ്ങ കൂട്ടായി നീ ഒരു ചാക്ക് മേടിച്ചോണ്ട് വന്നാലും മമ്മി അത് കഴിച്ചു തീർത്താലേ. അടുത്തിരിപ്പുണ്ടെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. മറ്റേ മുത്തശ്ശിയെ വെട്ടും മമ്മി. നാളെ നാരങ്ങ മുട്ടായി മാത്രം കഴിച്ച് ജീവിക്കുന്നൊരു മുത്തശ്ശിയൊക്കെ ഉണ്ട്. അത് മാത്രമേ കഴിച്ചാൽ ജീവിക്കുന്നത്. ഇത് കാലക്രമേണ മമ്മി ഇനി അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നും കഴിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ കമ്പനി വിളിച്ച് പറഞ്ഞിട്ട് അതിനകത്ത് വല്ല വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ ആഡ് ചെയ്തിട്ട് ആക്കിക്കൊണ്ട് അതെ ഇച്ചിരി പുളിയൊക്കെ കയറ്റി. അതെ, പുളിയുള്ളതുകൊണ്ടാണ് കഴിക്കുന്നത്. എന്തോ പൊളിക്കണ്ടായിരുന്നു എനിക്ക്. എന്തിനാ എനിക്ക് അത്ര പൊളിച്ചു തരാൻ പോയ? ഞാൻ പൊളിച്ചു കഴിച്ചു.
എന്തിനാ എനിക്കത് പൊളിച്ചത്? ആ ഓ എന്റെ പോയി ഒന്ന് കരയുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ അൺബോക്സിങ്. അൺബോക്സിങ്. അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതെ. ആ പിന്നല്ലാതെ എന്തായാലും കൈ പിടിച്ചോണ്ട് വരുന്നേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വണ്ടിക്കൊക്കെയാ പോകുന്നെങ്കിൽ പിന്നെ ഞാൻ എണ്ണ മേടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ അത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. എണ്ണയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഒരേ വിലയാ. ആണോ? ആ അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അതെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. എന്റെ ദൈവമേ ഇതാ വരുന്നു. ആ മതിയടാ, കാണാനാ ഓടി വരുന്നേ.